ശ്രീ OK ഫറൂഖ് കോൺഗ്രസ് നേതാവ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഫറൂഖ്, ഇവിടെ ഇതാ ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിലടക്കം പാകിസ്ഥാന്റെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവർ രൂപപ്പെടുത്തിയ ഒരു തിരക്കഥ പൊളിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അത്തരത്തിലാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. കാരണം പാകിസ്ഥാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, എന്താണ് ഞങ്ങളുടെ പങ്ക്, ഞങ്ങൾക്കിതിൽ പങ്കൊന്നുമില്ല, അതിന്റെ തെളിവെന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പാകിസ്ഥാൻ തന്നെയാണ്, പാകിസ്ഥാൻ ലഷ്കർ-ഇ തോയ്ബയുടെ തന്നെ ഭാഗമായിട്ടുള്ള തീവ്രവാദ സംഘടനയാണ് ഈ ആക്രമണം ഉണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. പിന്നീടാണത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന തരത്തിലേക്ക് മാറിയത്. പാകിസ്ഥാൻ തന്നെയാണ് അവിടുത്തെ തീവ്രവാദ നേതാക്കളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. പാകിസ്ഥാനിലെ മന്ത്രിമാർ തന്നെയാണ് ആണവായുധം അടക്കം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഇത്തരം കലാപരിപാടികൾക്കെല്ലാം ശേഷമാണ് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഇവിടെ ഈ പാനലിൽ ചർച്ചയുടെ ഭാഗമായിട്ടുള്ളവർ പറയുന്നത് പോലെ ഒരു യുദ്ധം എന്നത് അങ്ങനെ യുക്തിസഹമല്ലാതെ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനു മുമ്പ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒന്നാകെ പിന്തുണ ആർജിക്കുക എന്നതാണല്ലോ പ്രധാനം. അതിൽ കേന്ദ്ര സർക്കാർ വിജയിക്കുന്നു എന്നല്ലേ ഈ ഐക്യരാഷ്ട്രസഭയിലെ അടക്കം ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിലൊരു കാര്യം, ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് നമ്മളെല്ലാം ഞെട്ടിക്കുന്ന, ഇന്ത്യയെ ലോകത്തെ ഞെട്ടിച്ചൊരു സംഭവം. ഭീകരവാദികളാൽ 27ഓളം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ജീവൻ നഷ്ടപ്പെട്ടത്. അതെ, അന്ന് മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും, അവിടെ കക്ഷിയില്ല, അവിടെ രാഷ്ട്രീയമില്ല, അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ വർഗമില്ല, അവിടെ വർണ്ണമില്ല, എല്ലാത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് ഇതിനെ തിരിച്ചടിക്കണം. ഈ ഭീകരവാദികളുടെ, ഈ തീവ്രവാദികളുടെ മാളത്തിൽ പോയി തന്നെ അവരെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ആ ആവശ്യത്തിനനുസരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കോൺഗ്രസ് പോലുള്ള സംഘടനകളും ഞങ്ങളും മുന്നോട്ട് വെച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറ്റിവെക്കാമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇപ്പൊ നേരത്തെ BJPയുടെ സുഹൃത്ത് പറഞ്ഞു, കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്നു, രാഷ്ട്രീയം കളിക്കുന്നു എന്നെന്തോ സംസാരിച്ചു. അദ്ദേഹം BJPയുടെ പ്രതിനിധി അല്ല കേട്ടോ. BJPയുടെ പ്രതിനിധി ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നത് ശ്രീമതി വിനീത ഹരിഹരനാണ്. അവർ എത്തുന്നതേ ഞാൻ അല്ല പുള്ളി സോറി, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അവിടെ രാഷ്ട്രീയം കളിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഇതുവരെയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ സമീപനങ്ങൾ എങ്ങനെയായിരുന്നു ഗവൺമെന്റിന് കൊടുത്ത അല്ല, അവിടെ ഞാനൊന്ന് ഇടപെടുന്നത് ഞാനേ ശ്രീ ഫറൂഖ്, ഈ കഴിഞ്ഞ ദിവസമാണല്ലോ കോൺഗ്രസിന്റെ നേതാവ് അജയ് റായ് ഒരു റാഫേൽ വിമാനത്തിന്റെ ഫ്രണ്ടിൽ ഒരു നാരങ്ങയൊക്കെ കെട്ടിത്തൂക്കിയിട്ട് ഉള്ള ഒരു പ്രതികരണം നടത്തിയത്. അപ്പോൾ അതൊക്കെ ഒരു അപക്വമായ പ്രതികരണം എന്ന നിലയിൽ തന്നെ കാണേണ്ടി വരില്ല. ഒരുപക്ഷെ ഇത്തരം കോൺഗ്രസ്സുകാർ, അതായത് ഇത്ര ദിവസമായി എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളല്ലേ അതിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് സൂചിപ്പിച്ചത്. ശരി, ഞാൻ പറയുന്നത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ശ്രീ രാഹുൽ ഗാന്ധി അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ പര്യടനമെല്ലാം വെട്ടിച്ചുരുക്കി നേരെ വന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ഒന്ന് പ്രസംഗിക്കാനല്ല. അവിടെ സർവകക്ഷി യോഗം ചേർന്നപ്പോൾ ആ സർവകക്ഷി യോഗത്തിന് അദ്ദേഹം പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ് കശ്മീരിലെ അവിടെ പരിക്ക് പറ്റിയവരെ പോയി കാണാൻ പോലും തയ്യാറായി. ഞാൻ പറയുന്നത്, ഇതിനെ തൽക്കാലം നമ്മളെല്ലാം രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്രയും നിഷ്ഠൂരമായ, ഇത്രയും ഒരു കൊലപാതകം, ഇത്രയും ഭീകരമായ പ്രവർത്തനം നടത്തിയവരെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാനും ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ആഗ്രഹിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. ഇനി രണ്ടാമത് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ ലോകരാജ്യങ്ങൾ, ഇപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഇന്ത്യക്ക് അനുകൂലമായി ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ റഷ്യ അവിടുത്തെ പൗരന്മാരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും പാകിസ്ഥാനിലേക്ക് ഇനി ആരും പോകരുത്, കാലത്തേക്ക് പോകരുതെന്ന് പറയുമ്പോൾ പൂർണ്ണമായും റഷ്യ നമ്മളോട് കൂടി സഹകരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പൊ അഫ്ഗാൻ ദൗത്യമൊക്കെ തീർന്നതോടുകൂടി പാകിസ്ഥാനോട് ഒരു കമ്മിറ്റ്മെന്റ് ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാനുമായി അമേരിക്കക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ പിന്തുണ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിക്ക് അയച്ച മെയിലിൽ പ്രധാനമന്ത്രിയോട് സംസാരിച്ചപ്പോൾ പൂർണ്ണമായ പിന്തുണയും, അതോടൊപ്പം തന്നെ നാഷണൽ ഇന്റലിജൻസ് മേധാവി, ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയോട് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 1500 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കശ്മീർ വിഷയത്തിനകത്ത് ഞാൻ ഇടപെടുന്നില്ല എന്നുള്ളത്. അത് മാത്രവുമല്ല, ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും ഒരേപോലെ സുഹൃത്തുക്കളാണ് എന്നും.
അതെ അതെ അതൊക്കെ എങ്ങോട്ട് പോകുമെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാൻ കഴിയും. ആ എങ്കിലും ലോക രാജ്യങ്ങളുടെ ഒരു പരിധി വരെയുള്ള പിന്തുണ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഉം. നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിലെ ഈ ഭീകരവാദികളെ, ഈ തീവ്രവാദികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്ത് നമ്മുടെ രാജ്യത്തിന് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ആ ഇപ്പോൾ ചൈന, അതുപോലെ തന്നെ ഇറാൻ, അതുപോലെ തന്നെ അസർബൈജാൻ, ഈ 3 രാജ്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പിന്തുണ ഒന്നും നമുക്കൊരു വിഷയമേ അല്ല. യെസ് തീർച്ചയായിട്ടും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക്, അവിടെ രാഷ്ട്രീയമില്ല, ഞാൻ വീണ്ടും വീണ്ടും പറയും, നമുക്ക് പറയാൻ പലതുണ്ട്, ചോദിക്കാൻ പല കാര്യങ്ങളുണ്ട്. ആ അത് സർവകക്ഷി യോഗത്തിൽ ബഹുമാനീയ മല്ലികാർജ്ജുൻ ഖാർഗെയും ആ ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. ശരി കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഇത്രയും വലിയ ഒരു സ്ഥലത്തേക്ക് പിന്നെ തീവ്രവാദികൾ എത്തിയത്, ഭീകരവാദികൾ എത്തിയത്, അതൊക്കെ നമുക്ക് വേറെ ചോദ്യങ്ങളുണ്ട്. ആ ഇപ്പോൾ അതല്ല ചോദിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ അടിച്ച നമ്മുടെ പ്രിയപ്പെട്ട 27 പേരെ ഉം. അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. യെസ് അവരെ തിരിച്ചടിക്കാൻ എല്ലാ തരത്തിലുള്ള പിന്തുണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെയാണ് ശ്രീ നൽകും. അതുകൊണ്ട് ഫറൂഖ് തന്നെ നേരത്തെ ശ്രീ രാഹുൽ ഷാബു ഗാന്ധി പ്രസാദ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തിരിച്ചടിക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ പോലെ ഒരു രാജ്യമല്ല ഇന്ത്യ എന്നത് താങ്കൾക്കും അറിയാമല്ലോ. പാകിസ്ഥാൻ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ്. ഈ പാകിസ്ഥാന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യ പാക് യുദ്ധസമയത്ത് അവരുടെ ആളോഹരി വരുമാനം കണക്കാക്കുമ്പോൾ ഇന്ത്യയേക്കാൾ മികച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഡേറ്റ ആധികാരികമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയുള്ളൊരു അറിവ് കൂടി ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്നൊക്കെ ആ രാജ്യം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ആഭ്യന്തര കലാപം എന്നത് നിത്യസംഭവമായി മാറുന്നു. സൈന്യം എപ്പോഴും ഭരണാധികാരികളെക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വിഘടനവാദം അവിടെ ബലൂചിസ്ഥാൻ അടക്കമുള്ളവർ, തെഹ്രീക്ക് താലിബാൻ അടക്കമുള്ളവർ, അങ്ങനെ ഇപ്പോൾ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. ഭരണകക്ഷിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷം വിമർശനങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ഇതാ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണല്ലോ. പാകിസ്ഥാൻ അങ്ങനെയല്ല. അപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ എല്ലാ വശങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അത് സാധാരണക്കാരായ ആളുകൾക്കുണ്ടാകുന്ന ജീവഹാനിയാകട്ടെ, നമ്മുടെ സൈന്യത്തിനുണ്ടാകാൻ പോകുന്ന ക്ഷതമാകട്ടെ, സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാകട്ടെ, അത് കണക്കാക്കി തയ്യാറെടുത്തുകൊണ്ടല്ലേ അങ്ങനെ ഒരു തിരിച്ചടിക്ക് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയിൽ വളരെ ഡിഫറെന്റ് ആണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പാകിസ്ഥാൻ എവിടെ കിടക്കുന്നു, ഇന്ത്യ എവിടെ കിടക്കുന്നു, സ്വാഭാവികമായിട്ടും അതിനകത്തും സംശയമില്ല. നമ്മൾ എല്ലാ തരത്തിലും ഈ കൂടിയാലോചനകൾ നടത്തി ഇതിന്റെ മുൻകൂട്ടി എടുക്കേണ്ട എല്ലാ തരത്തിലുമുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെ മുന്നോട്ട് പോകണം, അതിലും സംശയമില്ല. ഇതിനൊക്കെ മുമ്പ് ഇവിടെ BJP ഭരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന കാലത്ത് ഇന്നത്തെ പല നേതാക്കന്മാരും അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. അന്ന് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഭീകരവാദികൾ എങ്ങനെ കയറി, ഇവിടെ എത്രത്തോളം സൈന്യമില്ല, എത്രത്തോളം സാങ്കേതിക വിദ്യകളുള്ള ഈ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വന്നു എന്ന് പറഞ്ഞ പഴയ ട്വീറ്റുകളൊക്കെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് കൂടി ഓർക്കണം. ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം ഇക്കാര്യത്തിൽ വളരെ പിന്തുണയാണ്, ഏറ്റവും വലിയ നല്ലൊരു പിന്തുണയാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്, സൈന്യത്തിന്, അതുപോലെയുള്ള ഇതിനുവേണ്ടി മുന്നോട്ട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി നൽകുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. ഇവിടെ വെറുതെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി തന്നെ ലഷ്കർ-ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രയും മൃഗീയമായ കൊലപാതകം നടത്തുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി ഒരു ശരാശരി ഹൃദയമുള്ള ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നു. അതിന് കൂടെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാം. ഞാൻ വേണുഗോപാൽ സാറിലേക്ക് പോകുന്നതിന് മുമ്പ്